ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീനും ചക്കക്കുരുവും ഇട്ടിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുടെയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ക്ലീൻ ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത ചക്കക്കുരു നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു തക്കാളിയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യത്തിനായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നമ്മുടെ കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ, പച്ച മാങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എനിക്ക് മാങ്ങ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വാളൻപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു പിഞ്ചളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചക്കക്കുരു ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. പിന്നെ നമുക്കതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ചെമ്മീനാണ്. ചെറിയ ചെമ്മീൻ നല്ല ഫ്ലേവർ ഉണ്ടാവും. ആ ചെറിയ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെമ്മീൻ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. ചെമ്മീൻ പിന്നെ പെട്ടെന്ന് വേവും. ആ ടൈമിൽ നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. തേങ്ങയിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും, ഒരു 2 അല്ലി ചെറിയ ഉള്ളിയും, കുറച്ച് വലിയ ജീരകവും ചേർത്തിട്ട് നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ വേവിച്ച് വെച്ച ഈ കറിയിലേക്ക്, ചെമ്മീൻ്റെയും ചക്കക്കുരുവിൻ്റെയും കറിയിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മുരിങ്ങാക്കായ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അത് നല്ല ടേസ്റ്റാണ്. മുരിങ്ങാക്കായയും ചെമ്മീനും ചക്കക്കുരുവും മാങ്ങയും ഇട്ടതുപോലെ കറി വെക്കാം. അതും നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു തള വരുന്ന ടൈമിൽ ഇതൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണത്. എന്നിട്ട് നമുക്കിതൊന്ന് വറവിടണം. അതിലേക്ക് പാത്രത്തിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതാവും ഒന്നും കൂടെ ടേസ്റ്റ്. എന്നിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മുളകും പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഈ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറൊരു കറികളുടെയും ആവശ്യമില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.